വെൽക്കം ബാക്ക് ഡിയർ സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കോഗ്നിറ്റീവ് വ്യൂസ് ഓൺ ലേണിങ്ങിലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വ്യൂ ആണ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. വളരെ പ്രധാനപ്പെട്ട ഒരു തിയറിയാണ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. ലെറ്റ്സ് സീ. സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ പ്രപ്പോണൻറ്റ് വൈഗോട്സ്കിയാണ്. ലെവ് സെമണോവിച്ച് വൈഗോട്സ്കി അല്ലെങ്കിൽ ലെവ് വൈഗോട്സ്കി എന്ന് നമ്മൾ കോമൺ ആയിട്ട് പറയും. വൈഗോട്സ്കി ഇദ്ദേഹം ഒരു റഷ്യൻ സൈക്കോളജിസ്റ്റാണ്. അതുപോലെ തന്നെ പിയാഷെയുടെ ഒരു കണ്ടംപററിയാണ്. അതായത് പിയാഷെയും വൈഗോട്സ്കിയും ഏകദേശം ഒരേ കാലഘട്ടത്തിൽ വർക്ക് ചെയ്തിരുന്നവരാണ്. പിയാഷെ അദ്ദേഹത്തിൻ്റെ കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസത്തെ കുറിച്ചിട്ടുള്ള ആശയങ്ങൾ പറയുമ്പോൾ വൈഗോട്സ്കി സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഒരേ സമയമാണ് ഇവർ രണ്ടുപേരും അതിൻ്റെ ആശയങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റഡീസും എല്ലാം മുന്നോട്ട് കൊണ്ടുവരുന്നത്. സോ വൈഗോട്സ്കിയാണ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ പ്രപ്പോണൻറ്റ്. ഇനി നമുക്ക് നോക്കാം എന്താണ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. ലെറ്റ്സ് സീ. സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്നത് ഹിയർ നോളജ് ഈസ് കൺസ്ട്രക്റ്റഡ് ത്രൂ സോഷ്യൽ ഇൻ്ററാക്ഷൻ. സോഷ്യൽ ഇൻ്ററാക്ഷൻ ആണ് ഇവിടെ പ്രാധാന്യം. സോഷ്യൽ ഇൻ്ററാക്ഷൻസ് ഒരുപക്ഷെ ലേണർ തൻ്റെ പാരൻസുമായിട്ടാകാം, ടീച്ചേഴ്സുമായിട്ടാകാം, അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസുമായിട്ടും ആകാം, ഫ്രണ്ട്സുമായിട്ടാകാം. അപ്പോൾ ഇവിടെയെല്ലാം സോഷ്യൽ ഇൻ്ററാക്ഷനാണ് പ്രാധാന്യം. ഈ സോഷ്യൽ ഇൻ്ററാക്ഷനിലൂടെയാണ് കുട്ടികൾ നോളജ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. ലേണേഴ്സ് കാര്യങ്ങൾ പഠിക്കുന്നത്, ഒരു കാര്യം ചെയ്യാൻ പഠിക്കുന്നത് അല്ലെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുന്നത് ഇത്തരത്തിലുള്ള സോഷ്യൽ ഇൻ്ററാക്ഷൻസിലൂടെയാണ്. സോഷ്യൽ ഇൻ്ററാക്ഷനാണ് ഏറ്റവും പ്രാധാന്യം. നോളജ് ഈസ് കൺസ്ട്രക്റ്റഡ് ത്രൂ സോഷ്യൽ ഇൻ്ററാക്ഷൻ, കൊളാബറേഷൻ ആൻഡ് ഷെയർഡ് എക്സ്പീരിയൻസസ്. ഫോർ എക്സാമ്പിൾ, ഒരു കുട്ടി ബ്രഷ് ചെയ്യാൻ പഠിക്കുന്നത് എങ്ങനെയായിരിക്കാം? അതൊരു പക്ഷേ ആ കുട്ടിക്ക് ഒരു മൂത്ത സിബ്ലിങ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെങ്ങനെയാണോ ബ്രഷ് ചെയ്യുന്നത് അത് നോക്കി കണ്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ പാരൻസ് എങ്ങനെയാണോ ബ്രഷ് ചെയ്യുന്നത് അത് നോക്കി കണ്ടിട്ടാകും. സോ എവ്രി മൂമെൻറ്റ് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുന്നതിൻ്റെ എല്ലാ ആസ്പെക്റ്റും ഒരു കുട്ടി പഠിക്കുന്നത് അതിൽ സോഷ്യൽ ഇൻട്രാക്ഷന് വലിയ പ്രാധാന്യമുണ്ട്, ചുറ്റുപാടുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്, കൾച്ചറിന് വളരെ പ്രാധാന്യമുണ്ട്. സോ ഇത്തരത്തിൽ ലേണേഴ്സ് ഇതിലൂടെ എല്ലാം ലേണേഴ്സ് നോളജ് കൺസ്ട്രക്റ്റ് ചെയ്യുകയാണ്, നോളജ് നിർമ്മിച്ചെടുക്കുകയാണ് അവർ. ഈ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, ലേണിംഗ് ടേക്സ് പ്ലേസ് വെൻ ഇൻഡിവിജ്വൽസ് ഇൻറ്ററാക്ട് വിത്ത് അതേഴ്സ്, എക്സ്ചേഞ്ച് ഐഡിയാസ് ആൻഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ സോഷ്യൽ ആക്ടിവിറ്റീസ്. ലേണേഴ്സ് എപ്പോഴും ചുറ്റുമുള്ളവരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ആശയങ്ങൾ പങ്കുവെക്കുമ്പോൾ, അല്ലെങ്കിൽ സോഷ്യൽ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുമ്പോൾ, ഇതിലെല്ലാം നമ്മൾ വിചാരിക്കുന്നത് പോലെ അവർ ഇനാക്റ്റീവായിട്ട് അല്ലെങ്കിൽ ഒരു പാസീവായിട്ട് ഈ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോവുകയല്ല, മറിച്ച് ഈ ഓരോ പ്രോസസ്സിലും മറ്റുള്ളവരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ കുട്ടികൾ കളിക്കുമ്പോൾ, അല്ലെങ്കിൽ സോഷ്യൽ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുമ്പോൾ, ഇതിലൂടെ എല്ലാം ലേണേഴ്സ് അവർ നോളജ് കൺസ്ട്രക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് വൈഗോട്സ്കി വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സോഷ്യൽ ഇൻ്ററാക്ഷൻസിന് കൺസ്ട്രക്റ്റിവിസത്തിന് വലിയ ഇമ്പോർട്ടൻസ് ആണുള്ളത്. Then development cannot be separated from its social context. സോഷ്യൽ കോണ്ടെക്സ്റ്റിന് ഇവിടെ വലിയ പ്രാധാന്യമുണ്ട്. ഏത് കൾച്ചറിൽ നിന്നാണ് കുട്ടി വരുന്നത്, ഏത് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്, എക്കണോമിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ഇതെല്ലാം ഡെവലപ്മെൻറ്റിനെ വളരെയധികം സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. നമ്മുടെ കേരളത്തിൻ്റെ ഒരു സോഷ്യൽ കോണ്ടെക്സ്റ്റ് ആയിരിക്കില്ല ഒരു പക്ഷേ UK അല്ലെങ്കിൽ അമേരിക്കയിലോ ഇറാനിലെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളിലെ സോഷ്യൽ കോണ്ടെക്സ്റ്റ് ടോട്ടലി ഡിഫറെൻറ്റ്. സോ ഡെവലപ്മെൻറ്റിനെ ഒരിക്കലും അതിൻ്റെ സോഷ്യൽ കോണ്ടെക്സ്റ്റിൽ നിന്നും വേർതിരിച്ചെടുക്കാൻ സാധിക്കുകയില്ല എന്നുള്ളത് വൈഗോട്സ്കിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരാശയമാണ്.
ഇവിടെ ചൈൽഡിൻ്റെ സോഷ്യൽ കോണ്ടെക്സ്റ്റും ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം എന്നുള്ളതാണ് വൈഗോട്സ്കി മുന്നോട്ട് വെച്ച ആശയം. ദ ചൈൽഡ് ആൻഡ് ഇറ്റ്സ് സോഷ്യൽ കോണ്ടെക്സ്റ്റ് ക്യാൻ ബി കൺസിഡർ ആസ് എ സിംഗിൾ യൂണിറ്റ്. അതൊരു സിംഗിൾ യൂണിറ്റ് ആണ്. ആ കുട്ടിയുടെ സോഷ്യൽ കോണ്ടെക്സ്റ്റിനെ മാറ്റി നിർത്തിക്കൊണ്ട് കുട്ടിയെ പഠിക്കാൻ സാധ്യമല്ല, അല്ലെങ്കിൽ കുട്ടിയുടെ ഒരു ഡെവലപ്മെൻറ്റിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. കുട്ടിയുടെ ഡെവലപ്മെൻറ്റ് എപ്പോഴും നടക്കുന്നത് അവൻ്റെ സോഷ്യൽ കോണ്ടെക്സ്റ്റുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും. അവൻ്റെ സോഷ്യൽ കോണ്ടെക്സ്റ്റിൽ അവൻ കാണുന്ന അവൻ്റെ ചുറ്റുപാടുകൾ, അവൻ്റെ റിയാലിറ്റീസ്, അത് മറ്റൊരു വ്യക്തിയുടെ സോഷ്യൽ കോണ്ടെക്സ്റ്റുമായിട്ട് വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. സോ സോഷ്യൽ കോണ്ടെക്സ്റ്റിന് ഇവിടെ വലിയ പ്രാധാന്യമുണ്ട്. Then Vygotsky believed that children do not construct all of their knowledge on their own but acquire knowledge from their culture. So culture is also a very important aspect according to Vygotsky. കൾച്ചർ വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ആസ്പെക്റ്റാണ്. കുട്ടി എപ്പോഴും നോളജ് അക്വയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ കുട്ടി എപ്പോഴും നോളജ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നത് അവൻ്റെ കൾച്ചറിൽ നിന്നുമാണ്. സോ കൾച്ചറിനെ, അവൻ്റെ സോഷ്യൽ കോണ്ടെക്സ്റ്റിനെ ഒരിക്കലും ലേണറിൽ നിന്നും ഡിഫറൻഷ്യേറ്റ് ചെയ്യാനായിട്ട് സാധ്യമല്ല. Children in different cultures acquire knowledge and skills valued by their own culture. ഓരോ കുട്ടിക്കും അവൻ്റെ ഓൺ കൾച്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള നോളജുകൾ, സ്കിൽസ്, അതെല്ലാമായിരിക്കും വർദ്ധിച്ചു വരിക. ഫോർ എക്സാമ്പിൾ, ഒരു മത്സ്യബന്ധന ഒരു കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടുള്ള, അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ നിന്നും വരുന്ന കുട്ടികളാണെങ്കിൽ അവിടുത്തെ വിശ്വാസങ്ങൾ, അവിടുത്തെ നോളജുകൾ, അവിടെയുള്ള സ്കില്ലുകൾ, അവർ ആർജിച്ചിട്ടുള്ള സ്കില്ലുകൾ, അതെല്ലാം ഈ കുട്ടികൾ പെട്ടെന്ന് പഠിച്ചെടുക്കും. അതുപോലെ ആയിരിക്കില്ല ഒരു പക്ഷെ ഒരു മലമുകളിൽ ജീവിക്കുന്ന പാരൻസിൻ്റെ മക്കളായിട്ട് വരുന്നവർ. അവർ കാടിനെക്കുറിച്ച് അറിയുന്നവരായിരിക്കും, അല്ലെങ്കിൽ കാടിനുള്ളിലെ കൾച്ചർ എന്താണോ ആ കൾച്ചർ അവർ അക്വയർ ചെയ്യുന്നവരായിരിക്കും. അതിനുള്ളിലെ നോളജുകൾ, അതിനുള്ളിലെ പല അറിവുകൾ, സ്കില്ലുകൾ, അതെല്ലാം ആയിരിക്കും അവരുടെ വലിയ പ്രധാനപ്പെട്ട നോളജുകൾ. സോ ഇവിടെയെല്ലാം കൾച്ചറിന് വലിയ പ്രാധാന്യമുണ്ട്. ഇനി ഇതിൽ നിന്നെല്ലാം വളരെ വ്യത്യാസപ്പെട്ടിരിക്കും ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയിൽ നിന്നും വരുന്ന ഒരു കുട്ടിയാണെങ്കിൽ. സോ കൾച്ചർ എന്താണ്, ആ കുട്ടി നേരിടുന്ന അല്ലെങ്കിൽ ഇൻറ്ററാക്ട് ചെയ്യുന്ന മനുഷ്യരെങ്ങനെയുള്ളവരാണ്, ആ കുട്ടി വരുന്ന പ്രദേശം എങ്ങനെയുള്ളതാണ്, അവരുടെ നോളജ് സിസ്റ്റം എന്തൊക്കെയാണ്, അവരുടെ സ്കില്ലുകൾ എന്തൊക്കെയാണ്, അവരുടെ വാല്യൂസ് എന്തൊക്കെയാണ്, അവരുടെ ബിലീഫുകൾ എന്തൊക്കെയാണ്. അപ്പോൾ ഇതിനെല്ലാം വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ ഒരു ലേണറിനും, ഈ ഒരു ചൈൽഡിനും. അത് വലിയ തോതിൽ ഒരു ഇൻഫ്ലുവൻസ് ചെലുത്തും. സോ ഈ ഒരു ഇൻഫ്ലുവൻസിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ലേണർ നോളജ് കൺസ്ട്രക്ട് ചെയ്യുന്നത്, ലേണർ നോളജ് അക്വയർ ചെയ്യുന്നത്. സോ ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത്, ഒരു ലേണറെ ഒരിക്കലും അവൻ്റെ സോഷ്യൽ കോണ്ടെക്സ്റ്റിൽ നിന്ന് മാറ്റി നിർത്താനായിട്ട് സാധിക്കില്ല. സോ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്നുള്ളതിൽ വൈഗോട്സ്കി പറയുന്നത് തന്നെയാണ്, ദ ചിൽഡ്രൻ കൺസ്ട്രക്ട് നോളജ് ത്രൂ സോഷ്യൽ ഇൻ്ററാക്ഷൻസ്, കൊളാബറേഷൻസ്. ഇതിലൂടെയെല്ലാമാണ് കുട്ടികൾ നോളജ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ദെൻ another important feature is that children need to socially interact with more mature members of the society, such as teachers, parents, more competent peers, and siblings, to construct this knowledge. ഇവിടെ നോളജ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് കുട്ടിക്ക് അത്യാവശ്യം വേണ്ടുന്ന ഒന്നാണ് അവൻ്റെ ഇൻ്ററാക്ഷൻസ് എങ്ങനെയുള്ളവരായിരിക്കണം. അത് എപ്പോഴും ഒരു മോർ മെച്യൂർ മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി ആയിരിക്കണം. അവൻ്റെ പിയർ ഗ്രൂപ്പായിട്ട് ആകാം, പക്ഷേ എങ്കിലും മോർ നോളജബിൾ അതർ എന്നുള്ളൊരു ടേമാണ് വൈഗോട്സ്കി ഇതിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മളത് മുന്നോട്ട് പോകുമ്പോൾ കാണും. സോ മോർ മെച്യൂർ മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റിയിൽ അറിവുള്ളവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ്, അതൊരു പക്ഷേ ടീച്ചേഴ്സ് ആകാം, പാരൻസ് ആകാം, കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള പിയേഴ്സ് ആകാം, അവൻ്റെ സിബ്ലിങ്സ് ആകാം. ഇതെല്ലാം മോർ നോളജബിൾ അതർ എന്നുള്ള ഗ്രൂപ്പിൽ നമ്മൾക്ക് പെടുത്താൻ പറ്റും. അതായത് ഈ
ചൈൽഡിനേക്കാളും നോളജ് കൂടിയ ഒരു വ്യക്തി, മോർ മെച്യൂർ മെമ്പർ ഓഫ് ദി സൊസൈറ്റി. അപ്പോൾ സോഷ്യൽ ഇൻട്രാക്ഷൻസിൽ എപ്പോഴും നോളജ് കൺസ്ട്രക്ഷനെ സഹായിക്കുന്നത് ഇത്തരത്തിൽ മോർ മെച്യൂർ മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റിയാണ്. അല്ലെങ്കിൽ മോർ നോളജബിൾ ആയിട്ടുള്ള സൊസൈറ്റിയിലെ മെമ്പേഴ്സുമായിട്ടുള്ള ഇൻട്രാക്ഷനാണ് കുട്ടിയെ എപ്പോഴും കൂടുതൽ നോളജ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുക. Then language facilitates the social interactions necessary for knowledge or skill acquisition. ഇവിടെ ലാംഗ്വേജ് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിൽ വൈഗോട്സ്കി എംഫസൈസ് ചെയ്യുന്ന മറ്റൊരു ആസ്പെക്റ്റാണ് ലാംഗ്വേജ്. ഭാഷ ഇവിടെ വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്.